സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഓ, എന്ത് സുന്ദരിയായിരിക്കുന്നു. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? കോളേജിലോ? ഞാനോ? ഇവരുടെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ല. ചന്ദനവും മഞ്ഞളും ഒത്തുചേരും സന്തോഷം. കടന്ന അല്ലെങ്കിൽ മേത്ത് മൊത്താവും, അല്ലെങ്കിൽ മേത്ത് മൊത്താവും, അല്ലെങ്കിൽ മേത്ത് ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം, കാണിച്ചു തരാം. ഞാനെന്നില്ല. താട്ടിനൊരുക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അനിയത്തിമാരുടെ ഡാൻസാണ് കളിക്കുന്നത് കേട്ടോ. മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഡാൻസാണിത്. കാരണം ഫേസ് പാക്ക് കെട്ടും മുഖം വലിഞ്ഞിരിക്കുകയാണല്ലോ. പാവത്തിൻ്റെ ഗതി. ഇത്രയും അനിയത്തിമാരുണ്ടായാൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. പിന്നെ നമ്മളങ്ങ് ക്യാരംസ് കളിച്ചേ. കുറച്ച് നേരം ക്യാരംസ് കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ പിന്നെ ബോയ്സിൻ്റെ വീക്ക്നെസ് പുറത്തു പോകാൻ മുന്നേ കാർ കഴുകുക, അതിലേക്ക് തുടർന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയാണ് കൂടിയാൽ തലയിൽ നോക്കും. പിന്നെ അനിയത്തിമാരുടെ അവരുടെ പുളിച്ചിത്തരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങേരെന്തോ ശ്രമിക്കുന്നുണ്ട്. അതെ, മുകളിലൊക്കെ കയറിയിട്ട് തുടങ്ങുന്ന പരിപാടിയാണ്. ഏതായാലും കാറ് കഴുകുമ്പോൾ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ നമ്മുടെ ആദ്യകൂട്ടം വന്നു. പിന്നെ കുറച്ച് രാവനെയൊക്കെ കളിപ്പിച്ചിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ബോറടിച്ചപ്പോൾ നമുക്ക് കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെരും കളി. ഓ, ഈ കുട്ടീൻ്റെ വിചാരം സച്ചിൻ ടെണ്ടുൽക്കറാണെന്നാണ്. ഫ്രണ്ട്സൊക്കെ എണ്ണി പോണുണ്ടോ. പിന്നെ അവളുടെ ഗംഭീരമായ പേരിൽ അവളവിടെ ഇവരി മുട്ടിയിരുന്നു. പിന്നെ തളർത്തരുതല്ലോ, പ്രോത്സാഹിപ്പിച്ച് എണീപ്പിച്ചു. അതിനുശേഷം പിന്നെ ഏട്ടൻ്റെ കുറച്ച് പൊളിച്ചിത്തരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ മുന്നിൽ വെറും ഷോ ഓഫ്. പിന്നെ അച്ഛനും ഏട്ടനും കൂടെ യാത്രയായി നമ്മൾ ടാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളെല്ലാം ആരംഭിച്ചു. റീൽസ്.